ഇത് പിണറായി വിജയൻ്റെ മാത്രം പരാജയമാണ് എന്ന് ഞാൻ വിലയിരുത്തുന്നില്ല. ഇതൊരു കൂട്ടുത്തരവാദിത്തപരമായി തന്നെയായിരിക്കും CPM ഇക്കാര്യം വിലയിരുത്തുക, ഏറ്റെടുക്കുക. പിണറായി വിജയനെ മുൻനിർത്തിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ LDF മുന്നോട്ട് പോയത്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട്. ഇതൊരു വലിയ പരാജയമാണ്. ചരിത്രത്തിൽ തന്നെ CPM നേരിട്ടിട്ടുള്ള ഏറ്റവും വലിയ പരാജയങ്ങളിൽ ഒന്നാണ്. ഏതായാലും ഇപ്പോൾ അത് പാർട്ടി CPIM അതെല്ലാ തലത്തിലും വളരെ വിശദമായി പരിശോധിക്കുന്നു. വരുന്ന 22, 23, 24 തീയതികളിൽ കേന്ദ്ര കമ്മിറ്റി യോഗം കൂടി ചേരാൻ പോവുകയാണ്. അപ്പോൾ ഏത് രീതിയിലായിരിക്കും ഈ പരാജയത്തിൽ ഒരു തെറ്റുതിരുത്തൽ നടപടിയിലേക്ക് കാര്യങ്ങൾ പോവുക എന്നറിയാൻ എനിക്ക് ആകാംക്ഷയുണ്ട്. തെറ്റ് തിരുത്തണം എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. തെറ്റ് തിരുത്തിയില്ല എങ്കിൽ CPIM വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് പോകും. കാരണം നമുക്കറിയാലോ, കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറുകയാണ്. 3 സീറ്റും കൊണ്ട് ലോക്സഭയിലെത്തിയ BJP പിന്നീട് വലിയ മുന്നേറ്റം ദേശീയ തലത്തിൽ ഉണ്ടാക്കുകയും ഇപ്പോൾ BJPയെ മാറ്റാൻ മറ്റ് രാഷ്ട്രീയ പാർട്ടികളൊക്കെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ദേശീയ തലത്തിൽ. ഇപ്പോൾ കേരളത്തിൽ 3 സീറ്റിൽ BJP നിയമസഭയിലേക്ക് എത്തുകയാണ്. ആ BJP കേരളത്തിൽ എങ്ങനെ വളരും എന്ന കാര്യത്തിൽ നമ്മളൊക്കെ തന്നെ ആകാംക്ഷയോടെ നോക്കുകയാണ്. ഏത് പാർട്ടിയുടെ വോട്ടാണ് ഈ BJP ഇനി വരും ദിവസങ്ങളിൽ പിടിക്കാൻ പോകുന്നത്? 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. ഇനി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ്. അപ്പോൾ അവിടേക്ക് പോകുന്നതിന് മുൻപ് പാർട്ടി തെറ്റുതിരുത്തുമോ എന്നൊരു വലിയ ചോദ്യമുണ്ട്. ഇന്നിപ്പോൾ PK ശ്രീമതി ഉൾപ്പെടെയുള്ള നേതാക്കൾ അത് പരസ്യമായി ആവശ്യപ്പെടുകയാണ്. നേതൃത്വം തെറ്റുതിരുത്തും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്ന് PK ശ്രീമതിയെ പോലുള്ള നേതാക്കൾ പറയുന്നു. പല നേതാക്കളും ഇത് കമ്മിറ്റികളിൽ ശക്തമായ വാദമായി ഉയർത്തുന്നു, സംസ്ഥാന കമ്മിറ്റിയിൽ ശക്തമായ വാദമായി ഉയർത്തുന്നു. പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ തന്നെ പല നേതാക്കളും പാർട്ടി തെറ്റുതിരുത്തണം എന്ന് ആവശ്യപ്പെടുന്നു. അപ്പോൾ തെറ്റുതിരുത്തൽ ഇവിടെ അനിവാര്യമാണ്.